guys and welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ട്യൂട്ടോറിയലാണ് ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ളത്. ഇൻ ഡീറ്റെയിൽ എന്ന് പറയാൻ കാരണം ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ചെറിയൊരു റീൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇത്. അപ്പോൾ ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ബേസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്കിൻ പ്രപ്പൊക്കെ ഇല്ലേ, അതൊക്കെ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഫേ ബ്യൂട്ടിയുടെ ടോണർ ആൻഡ് ന്യൂട്രിജീനയുടെ ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ ഇതിനു മുന്നേ അപ്ലൈ ചെയ്തത്. അതിനുശേഷമാണ് ഈ ബ്യൂട്ടി ഓഫ് ജസോണിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യണം. മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ പറയാറുണ്ട് ലൈക്ക് മേക്കപ്പ് ഇടുമ്പോൾ നമ്മൾ സൺസ്ക്രീൻ ഇടാൻ പാടില്ല എന്ന്. പക്ഷേ ഞാനിപ്പോൾ UAE-യിലായതുകൊണ്ട് സൺസ്ക്രീൻ ഇട്ടേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ ടാൻ അടിച്ച് പണ്ടാരടങ്ങും. അപ്പോൾ അത്യാവശ്യം എമൗണ്ടിൽ ഞാൻ നല്ലോണം അപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പിന്നെ ഈ കഴുത്തിൽ അപ്ലൈ ചെയ്യാണ്ടിരിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ അതെ ഈ നെറുകും ഭാഗത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ബ്യൂട്ടി ഓഫ് ജോസോണിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേറൊരു കാരണമുണ്ട്. ഇതിന് മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ എൻ്റെ ഒരു സൺസ്ക്രീൻ ഉണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ വന്ന് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഒട്ടും പോക്കാൻ ഉണ്ടായിരുന്നില്ല. ഇപ്പം തന്നെ കണ്ടോ ഈ ബ്യൂട്ടി ഓഫ് ജോസോൻ്റെ കോലം ഞാൻ നല്ലോണം യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ആ ഇന്ത്യൻ സൺസ്ക്രീൻ ഏതാണെന്നല്ലേ ഞാൻ കാണിച്ചു തരാം. ദേ ഈ ഒരു സൺസ്ക്രീനാണ് കേട്ടോ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തത്. ഇപ്പം ഇത് കൊച്ചിയിൽ വന്നാൽ ഞാൻ യൂസ് ചെയ്യും, പക്ഷെ ഇവിടത്തെ വെതറിന് എനിക്ക് ചേരുന്നില്ല. കാരണം ഷാർജയിലൊക്കെ പോയപ്പോൾ ഭയങ്കരമായിട്ട് ടാൻ അടിച്ച് പണ്ടോരടങ്ങിയായിരുന്നു. അപ്പോൾ ഇത് യൂസ് ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഈ കയ്യിലും കാലിലൊക്കെയാണ് ഞാൻ ഇപ്പം പറ്റാറുള്ളത്. വാങ്ങിച്ച് പോയില്ലേ, എന്ത് ചെയ്യാനാ. ആക്ച്വലി വാങ്ങിച്ചതല്ല, ഇതെനിക്ക് PR കിട്ടിയതാണ്. പക്ഷെ എന്നാലും അധ്വാനിച്ചുണ്ടാക്കിയതാണല്ലോ. അപ്പോൾ ഞാൻ കയ്യിലൊക്കെ ജസ്റ്റ് ഒന്ന് പറ്റി വെച്ച്. ഗുണമൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും കൈ മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കുമല്ലോ. അപ്പോൾ ഈ സമയം കൊണ്ട് എൻ്റെ ഫേസ് ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മേക്കപ്പിലേക്ക് കിടക്കാം. ഇപ്പോൾ മുടിയൊക്കെ കെട്ടി വെച്ചതിന് ശേഷം ഞാൻ നേരെ ഫൗണ്ടേഷനിലേക്കാണ് പോയത്. മീബലിൻ്റെ സൂപ്പർ സ്റ്റേ ഫൗണ്ടേഷൻ ഇൻ ദ ഷെയ്ഡ് 220. കൈയിൻ്റെ ബാക്കിൽ ഫൗണ്ടേഷൻ ഇടുക, എന്നിട്ട് വേണം നിങ്ങളെ മുഖത്തേക്ക് ഇടാനായിട്ട്. ഇതിനെ കുറച്ച് പ്രൊഫഷണൽ ആവാൻ നോക്കും. ഞാൻ കൈയിൻ്റെ ബാക്കിൽ നിന്ന് ഡയറക്റ്റ് അങ്ങനെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ബ്രഷും കൊണ്ട് ബ്ലെൻഡ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് കൂടുതലും പ്രിഫർ ചെയ്യണത്. ഡ്രൈ ആവും, പക്ഷെ എന്നാലും കുഴപ്പമില്ല. അപ്പൊ കവിളുടെ സെക്ഷനിലും നെറ്റിയിലും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യുക. നല്ലോണം കയ്യിൽ വെച്ചേക്കുന്ന ബ്രഷ് എന്ന് പറയുന്നത് മാഴ്സിന്റെ 4in1 മേക്കപ്പ് ബ്രഷാണ്. എന്നിട്ട് ചെറിയൊരു ട്രാൻസിഷന് ശേഷം കുറച്ച് ക്യൂട്ട്നെസ് ഇങ്ങോട്ട് വാരി ഇങ്ങോട്ട് വിതറാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് കൺസീലർ. ഇത് എൻ്റെ ഫസ്റ്റ് കൺസീലർ ആണ് കേട്ടോ. റിമലിന്റെ കൺസീലർ ആണ്. അത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ വാങ്ങിച്ചതാണ്. ഡാർക്ക് സ്പോട്ട്സ് ഉള്ള ഏരിയയിൽ ഒക്കെ അങ്ങോട്ട് അപ്ലൈ ചെയ്യുക. അതായത് എൻ്റെ മുഖത്തിന്റെ പകുതി ഭാഗത്ത് ഉണ്ട് ഈ സാധനം. അപ്പോൾ അത്യാവശ്യം സ്ഥലങ്ങളിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക. ഈ കൺസീലർ ഒന്ന് 2 മിനിറ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കുക. നമുക്ക് സെറ്റ് ആവണ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഐബ്രോസ് ഒന്ന് സെറ്റ് ആക്കാം, റെഡി ആക്കാം. ഞാൻ യൂസ് ചെയ്യണത് പാക്കിൻ്റെ ഐബ്രോ ഡിഫൈനർ ആണ് കേട്ടോ. ഞാൻ കൂടുതലും ഐബ്രോസിൻ്റെ അറ്റമാണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യാറുള്ളത്. അവിടെ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് അവിടെ മാത്രം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും, പിന്നെ ഒന്ന് ഇരി കൊടുക്കും, അത്രേ ഉള്ളൂ. ഞാൻ യൂഷ്വലി ഇങ്ങനെയാണ് എല്ലാ ദിവസവും ഞാൻ ചെയ്യാറുള്ളത്. എല്ലാ ദിവസവും മീൻസ് ഞാൻ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ഐബ്രോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൺസീലർ ഒന്നും കൊണ്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഗൈസ് ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള കൺസീലറാണ് കേട്ടോ. നിങ്ങൾ കവറേജ് കണ്ടാൽ തന്നെ മനസ്സിലാവും. എൻ്റെ എല്ലാ ഹൈപ്പർ പിഗ്മെന്റേഷനും എല്ലാം ഒറ്റ സ്വൈപ്പിൽ തന്നെ അങ്ങോട്ട് പോയി. ഇത് നൈക്കയിലെ ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. കണ്ടോ ആ കവറേജ്? അങ്ങനെ എല്ലാം ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇനി ബ്ലഷിലേക്ക് പോകാം. മേക്കപ്പ് റെവല്യൂഷന്റെ ബ്ലഷാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണത്. ഗെയിൻ കൈയിന്റെ ബാക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് വേണം ബ്ലഷ് അപ്ലൈ ചെയ്യാനായിട്ട്. ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്തേക്കുന്നത് ചീക്സിന്റെ ഭാഗത്തും ചിലത് ഹൈ പോയിന്റ്സ്, പിന്നെ നോസിന്റെ ഏരിയയിലും, പിന്നെ ചിന്നിലും, പിന്നെ ഫോർഹെഡിൽ ലൈറ്റ് ആയിട്ട് വേണ്ട ഞാൻ അപ്ലൈ ചെയ്തേക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ക്യൂട്ട് ആൻഡ് ഫ്രഷ് ആയിട്ടുള്ള ലുക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് മസ്കാരയിലേക്ക് പോകാം. മസ്കാര ഞാൻ യൂസ് ചെയ്യുന്നത് മേക്കപ്പ് റെവല്യൂഷന്റെ തന്നെ മസ്കാരയാണ് കേട്ടോ. ഇത് ട്യൂബിങ് മസ്കാരയാണ്. അതായത് വെള്ളം തൊട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഇങ്ങനെ ഊർന്നു പോകുന്ന ടൈപ്പാണ്. നല്ല വോള്യൂമിനസ് മസ്കാരയാണ്. എനിക്കത് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ ഇത് വന്നപ്പോൾ ആദ്യം വാങ്ങിച്ചത് ഇതാ. പിന്നെ എല്ലാ ലോകത്തും മസ്കാര ഇടുമ്പോൾ ഇതേപോലത്തെ ഫേസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ക്ഷമിക്കുക. കണ്ടാ ഞാൻ പറഞ്ഞില്ലേ ആ നല്ല വോളിയൂം ഉണ്ടെന്ന്. നിങ്ങൾ നോക്ക്, മസ്കാര ഇടുമ്പോൾ തന്നെ നമ്മുടെ ഓൾമോസ്റ്റ് ലുക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഗേൾസിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട്, അതായത് ലിപ്സ്റ്റിക് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഫ്ലോർമറുടെ ഷിയർ അപ്പ് ലിപ്സ്റ്റിക് ആണ് ഞാൻ യൂസ് ചെയ്യണത്. ഈ ലിപ്സ്റ്റിക് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പൊ UAE ബ്രാൻഡാണ് കേട്ടോ ഇത്. 1 സ്വൈപ്പ് പിഗ്മെന്റേഷൻ ആണ്.
ലൈക്ക് നോക്ക്, നല്ലൊരു ഫോർമുലേഷൻ ആണ് കേട്ടോ അത്. ഭയങ്കര ലിപ് ഗ്ലോസി അല്ല, പക്ഷെ ലിപ് ഗ്ലോസ് പോലെയാണ്. നിങ്ങളുടെ ലിപ്സിന് നല്ല ഹൈഡ്രേഷൻ ഒക്കെ കിട്ടും. അപ്പൊ ഇതാണ് എന്റെ ഒരു ഫൈനൽ ലുക്ക്. എവറിഡേ ഇങ്ങനെ ആയിരിക്കൂല, പക്ഷെ എന്നാലും ഇന്നത്തെ മേക്കപ്പ് ഇങ്ങനെയായിരുന്നു. സോ ദിസ് ഇസ് മൈ അപ്ഡേറ്റഡ് മേക്കപ്പ് ട്യൂട്ടോറിയൽ. 30 മിനിറ്റ്സിന്റെ മേക്കപ്പ് ട്യൂട്ടോറിയൽ ആയിരുന്നു, പക്ഷെ എന്നാലും ഞാൻ 5 മിനിറ്റിനുള്ളിൽ ഒതുക്കി തീർത്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കമന്റ് ഡൗൺ ബിലോ ആൻഡ് ഫോളോ മൈ socials. Bye.